പത്തനംതിട്ട അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് രോഗികൾ ഗുരുതരാവസ്ഥയിലാകുന്നത് തുടർക്കഥയാകുന്നു എന്ന ആക്ഷേപം. പോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് ഓപ്പറേഷൻ നടത്തിയ സത്യാനന്ദൻ എന്ന കർഷകന്റെ ദുരവസ്ഥ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ പരാതികൾ ഉയർന്നുവരുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഇനി ആർക്കും ഒരു സാധാരണക്കാർക്കുണ്ടാകല്ലേ. തൈറോയിഡ് ഓപ്പറേഷനുമായി അമ്മ ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്നത് കണ്ട് സഹിക്കാതെ കരയുന്നൊരു മകന്റെ വാക്കുകളാണിത്. ഓപ്പറേഷന് വേണ്ടി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലേക്ക് നടന്നുപോയ കുഞ്ഞുഞ്ഞാമ എന്ന 54-കാരിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് മകൻ ആരോപിക്കുന്നു. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് നടത്തിയ ഓപ്പറേഷനിൽ ഉണ്ടായ അപാകത മൂലമാണ് എൻ്റെ അമ്മയ്ക്ക് ഈ തളർന്നു പോയ അവസ്ഥയുണ്ടായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞുഞ്ഞാമയ്ക്ക് ഹൃദയാഘാതം വന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ സംശയം തോന്നിയ ബന്ധുക്കൾ കുഞ്ഞുഞ്ഞാമയെ തിരുവനന്തപുരത്ത് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ മൗണ്ട് സിയോണിൽ എടുത്തിരിക്കുന്ന എക്സ്റേയുടെ വെളിച്ചത്തിൽ തന്നെ അവർക്ക് നമ്മളെ കാണിച്ചു തരുന്നു. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഒരു അമ്മയ്ക്ക് വാരിയെല്ലിൽ ഒന്നിലധികം പൊട്ടലുകൾ ഒരുപാടടുത്ത് പൊട്ടിയിട്ടുണ്ട്. കഴുത്തെല്ലിന് പൊട്ടലുണ്ട്. അതേപോലെ അമ്മയ്ക്ക് തലച്ചോറിൽ രക്തം കെട്ടിക്കിടക്കുന്നു. എന്നാൽ ബന്ധുക്കളുടെ ഈ വാദങ്ങളെല്ലാം ആശുപത്രി അധികൃതർ നിഷേധിച്ചതല്ലാതെ വ്യക്തമായ വിശദീകരണമൊന്നും നൽകിയില്ല. ഇതോടെ ആശുപത്രിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെയും സമീപിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.